അതുകൊണ്ട് ഡി കെ ശിവകുമാറിന് ഒരല്പം ഈ ശക്തി പ്രയോഗിക്കാനൊരു മടിയുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ന്യായം പറഞ്ഞു നിൽക്കുന്നത്. ടോക്ക് ഷുഡ് വാക്ക്, വേർഡ് ഷുഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. വാക്ക് നടക്കണം, വാക്ക് ഫലിക്കണം എന്നൊക്കെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പ്രമാണം. പിന്നെ അദ്ദേഹം ഓരോ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സോണിയാഗാന്ധി തൻ്റെ പ്രൈം മിനിസ്റ്റർ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത് ഉദാഹരണമാണ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ പ്രധാനമന്ത്രിയാവാനായിട്ട് ചട്ടം കെട്ടിയിരുന്നപ്പം അത് നടക്കില്ല എന്ന് വന്നപ്പം അവർ മാറിക്കൊടുത്തു. എന്നിട്ട് മൻമോഹൻ സിംഗിനാക്കി കൊടുത്തു. കാരണം ഉദ്ദേശം ഈ പാർട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതുപോലെ എന്നെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിയുടെ ഗതി അധോഗതിയാകും എന്നുവരെ അദ്ദേഹം ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ കർണാടകയിൽ നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള നാടകം കാണേണ്ടി വരുമോ? അതായത് ഇതിനകത്തൊരു പിളർപ്പുണ്ടാക്കിക്കൊണ്ട് BJP ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടത്തും? അത് മുൻപത്തെ അപേക്ഷിച്ച് BJP ഇച്ചിരി വീക്കാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.